നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 470. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 470. 218 സർഗം. നാഭാഗനും അംബരീഷനും. അത് ഒരു 76 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ 36ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അത്? വിധിപ്രകാരം അഭിഷേകാദി ചെയ്ത് അംബുജാക്ഷനെ പൂജിച്ചാൻ എത്രയും ഭക്തിപൂർവം പരിവാരമായി. വളരെ ശ്രദ്ധിക്കേണ്ട ഗുണപാഠങ്ങളുണ്ട് വരെ. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വിധിപ്രകാരം ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കണം. ഞാൻ ചെയ്യണത് വിധിപ്രകാരം എന്ന് പറയാൻ പാടില്ല. വിധി പ്രകാരം ധർമ്മം അധർമ്മം എങ്ങനെയാണെന്നുള്ളത് ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അപ്പോൾ വിധിപ്രകാരം അഭിഷേകാദി ചെയ്ത് അംബുജാക്ഷനെ താമരക്കണ്ണനെ പൂജിച്ചാൻ എത്രയും ഭക്തിപൂർവം, ഭക്തിയോട് കൂടിയിട്ടേ പൂജിക്കാൻ പാടുള്ളൂ. സപരിവാരമായി. ഭഗവാന്റെ പരിവാരങ്ങളെ പൂജിക്കാണ്ട് ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ പ്രീതിപ്പെടില്ല. ഒരാപ്തവാക്യമുണ്ട്, സപരിവാരമായി. അത് ഈ ഷോഡശ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെടും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മൂലം വായിച്ചാൽ സംസ്കൃതം അറിയണവർക്ക് മനസ്സിലാവും. അല്ലാത്തവർ നാരായണ കവചം ഭാഗവതത്തിലുണ്ട്. ആ നാരായണ കവചം മലയാളത്തിൽ വായിച്ച് പിടിക്കണം. എങ്ങനെയത്? ഒന്നില്ലെങ്കിൽ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ളയുടെ കരുനാഗപ്പള്ളി മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, സ്റ്റാൻസ ബൈ സ്റ്റാൻസ. പിന്നെ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് വൃത്താനുവൃത്തം, അതായത് സംസ്കൃതത്തിൽ എത്ര അക്ഷരം വെച്ചാൽ അത്ര അക്ഷരത്തിൽ, അതും നല്ലതാണ്. നേരെ വെച്ച് കിളിപ്പാട്ട് ഭാഗവതത്തിൽ നാരായണ കവചം ഇല്ല. കാരണം നാരായണ കവചം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞെന്നല്ലാണ്ട് അത് സ്തുതിക്കാൻ പറ്റില്ല. എന്നാൽ വേറെ പല സ്തുതികളുണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ. കാരണം അതൊരു സ്വതന്ത്ര കൃതിയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ കാരണം. അപ്പോൾ പൂർവം സപരിവാരമായി, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി 37ാമത്തെ ശ്ലോകം. സർവം സാധിച്ച മഹിതാത്മാക്കളാം മുനിമാരെയും. മഹിതാത്മാക്കൾ, സന്മനസ്സുള്ളവർ, അവർ ലോകർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല. സർവം സാധിച്ച മഹിതാത്മാക്കളാം മുനിമാരെയും കൊമ്പും കുളമ്പും പൊൻ വെള്ളി കൊണ്ടണിഞ്ഞ പശുക്കളെ. പശുവിനെ ദാനം ചെയ്യുമ്പോൾ വില കുറഞ്ഞ പശുവിനല്ല കൊടുക്കേണ്ടത്. നന്നായി പാല് ചുരത്തി കൊടുക്കുന്ന പശുക്കളെ കുട്ടിയോടുകൂടി പശുവിൻ്റെ കൊമ്പ് വെള്ളി കൊണ്ട് കെട്ടി, കുളമ്പ് വെള്ളി കൊണ്ട് കെട്ടി സ്വർണ്ണ നൂലൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാമെന്നാണ് പറയുക. അതാണ് കൊമ്പും കുളമ്പും പൊൻവെള്ളി കൊണ്ടണിഞ്ഞ പശുക്കളെ വിശേഷപ്പെട്ട പൂമ്പട്ടു പുതപ്പിച്ച്. സ്വന്തം ഭാര്യയ്ക്ക്, ഒരു ചക്രവർത്തി പട്ടമഹിഷിക്ക് അണിയാൻ വാങ്ങുന്ന പൂമ്പട്ട്, പുതിയ പട്ട്, അതേപോലത്തെ പട്ട് വേണം പശുവിനെ പുതപ്പിക്കാൻ. എന്താ മനസ്സിലാക്കിയത്? ദാനധർമ്മങ്ങൾ ചെയ്യാതെ കണ്ട് ഒരാൾ രക്ഷപ്പെടില്ല. ശരിക്ക് എൻ്റെ പ്രായക്കാർ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് പണ്ട് സവർണരാണെങ്കിലും അവർണരാണെങ്കിലും, അവർണർ സമ്പന്നന്മാർ
അച്ഛൻ, മുത്തശ്ശൻ, അമ്മാവനൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭേദപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ളവർ പെല പോകുന്ന ദിവസം ബ്രാഹ്മണർക്ക് പശുദാനം ചെയ്യും, പ്രത്യക്ഷ പശുദാനം ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പം ഇവിടെ വിശേഷപ്പെട്ട പൂമ്പട്ടു പുതപ്പിച്ച് അഴകാർന്നതായി പ്രായം, ശീലം, കിടാവോ, ആരോഗ്യവും പാലും എന്നതായി പരിപൂർണമായി പറഞ്ഞു. പ്രായം കടിഞ്ഞൂൽ പ്രായമായിരിക്കണം, ശീലം നല്ല സ്വഭാവമായിരിക്കണം, കിടാവ് വേണം, ആരോഗ്യം വേണം, പാലും ഉള്ളതായ എത്രയോ നൽകിനാൻ വിപ്രേന്ദർക്ക് മൃഷ്ടാന്നപൂർവകം. എത്ര എണ്ണിയാൽ തീരാത്ത അത്ര മൃഷ്ടാന്ന ഭോജനവും, വയറ് നിറയെ ആഹാരങ്ങൾ. അത് ചോറ് മാത്രമല്ല കേട്ടോ, 64 തരം കറികൾ, 64 വിഭവങ്ങൾ, 64 കലകൾ, 64 വിഭവങ്ങൾ. അത് ഇവിടെ ആറന്മുള വള്ളസദ്യക്ക് അങ്ങനെയാണ്. 4 പ്രഥമൻ, 4 വറവ്, 4 തരം അച്ചാറുകൾ, അങ്ങനെയൊക്കെയാണ്. 4 തരം പഴം വേണമെങ്കിൽ അങ്ങനെയുണ്ടാവും. 64 ഉണ്ടാവും അങ്ങനെയല്ല. അപ്പോൾ എത്രയോ നൽകിനാൻ വിപ്രേന്ദർക്കും മൃഷ്ടാനപൂർവകം ആനന്ദാകുലനായി ആശീർവദിച്ചു നൃപനോടുടൻ പാരണം ചെയ്യുവാൻ ചൊല്ലി. പാരണം ചെയ്യാന്ന് പറഞ്ഞാൽ വ്രതം കഴിഞ്ഞ് വെള്ളം കുടിക്കുക, തുളസി വെള്ളം കുടിക്കുക. അതിനാണ് പാരണം ചെയ്യുവാൻ ചൊല്ലി വിനീതൻ തൊഴുതിടവേ ഭാഗ്യത്താലെന്നു ഭഗവാൻ ദുർവാസാവെഴുന്നള്ളിനാൻ. അവിടെ 2-3 ഗുണപാഠങ്ങളുണ്ട്. ഭാഗ്യത്താൽ അന്ന് ഭഗവാൻ ദുർവാസാവുന്ന ഭഗവാനാണ് അദ്ദേഹം ദേഷ്യമുള്ള ആളാണ് എന്നൊരു കിംവദന്തി ഉണ്ടായിക്കോട്ടെ. എന്തിനു വേണ്ടി? നന്മയ്ക്ക് വേണ്ടി, സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്തിയുടെ പ്രഭാവം അറിയിക്കാൻ വേണ്ടി ദുർവാസാവെഴുന്നള്ളിനാൻ ഉടൻ ചെന്നെതിരേറ്റ് അർഘ്യാദികളേകി വിനീതനായി. ഉടനെ അദ്ദേഹത്തിന് കാല് കടിച്ചു, ആചമനം ചെയ്യിപ്പിച്ചു. വരൂ, ഇരിക്കൂ, സിംഹാസനം കൊടുത്തു, നമസ്കാരമുണ്ട്, എന്താ വന്ന കാര്യം എന്ന് പറഞ്ഞ തിരക്കടില്ല. ഉടൻ ചെന്നെതിരേറ്റ് അർഘ്യാദികളേക്ക് വിനീതനായി നമസ്കരിച്ചു ഭിക്ഷയ്ക്കായി അർത്ഥിച്ചാൻ തൊഴുകയോടും. ആഹാരം കഴിക്കാം, വരൂ. അതാണ് ഭിക്ഷ. ഭിക്ഷയ്ക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് ഭിക്ഷ ഇവിടുന്ന് ആവാം എന്ന് പറയണം. തൊഴുകയോടും സന്തോഷപൂർവകം കൈകൊണ്ടു ഉപസ്ഥാനത്തിനായി മുനി. സന്തോഷപൂർവകം കൈക്കൊണ്ടു, ഓ ശരി, ഞാൻ സ്വീകരിച്ചു. കൈക്കൊണ്ട് ഉപസ്ഥാനത്തിനായി മുനി. അതായത് പ്രാതസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, അങ്ങനെ 3 സന്ധ്യയ്ക്കും ഊത്ത് കഴിക്കണം. അപ്പോൾ ഋഷീശ്വരന്മാരൊക്കെ ആണെങ്കിൽ 3 നേരം കുളിക്കും. അവർ 12 മണിക്ക് പോയി കുളിക്കും, എന്നിട്ട് സൂര്യന് അർഘ്യം കൊടുക്കും. അപ്പം ഇവിടെ സന്തോഷപൂർവകം കൈകൊണ്ട് ഉപസ്ഥാനത്തിനായി, അതായത് വന്നിരിക്കാൻ വേണ്ടി ചെന്ന് കാളിന്തിയിൽ ബ്രഹ്മധ്യാനം ചെയ്ത് ആണ്ടു മുങ്ങി. പാരണയ്ക്കുള്ള സമയം കഴിയാറായുമാ മഹാൻ വന്നില്ല ചെയ്വതെന്തോർത്തു സർവർക്കും ധർമ്മസങ്കടം. അപ്പോൾ ഇവിടെ കഥ പറഞ്ഞത് ആരെ പറ്റിയിട്ടാ? അംബരീഷൻ ഏകാദശി, ദ്വാദശി വ്രതം. അപ്പോൾ ദ്വാദശിക്ക് സമയത്തിന് വന്ന് പാരണ ചെയ്യണം. മുഹൂർത്തം കഴിഞ്ഞാൽ പാരണ ചെയ്തൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അപ്പോൾ സർവർക്കും ധർമ്മസങ്കടമായി. മുഹൂർത്തം തെറ്റും, അല്ലെങ്കിൽ മുനീന്ദ്രനിൽ അനാദരം. ഒന്നില്ലെങ്കിൽ വ്രതം മുടങ്ങും, അല്ലെങ്കിൽ ദുർവാസാവിനെ അനാദരിച്ചു എന്നുള്ളൊരു കിംവദന്തി ഉണ്ടാവും. അയാൾ ചിലപ്പോൾ ശപിക്കുകയും ചെയ്യും. അതാണ് ഭാഗ്യത്താൽ എന്നൊരു വാക്ക് പറയുണ്ടായി. നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവ മുഹൂർത്തം തെറ്റും, അല്ലെങ്കിൽ മുനീന്ദ്രനിൽ അനാദരം. 2-1 ചെയ്യേണ്ടതെന്നോർത്തു നൃപാലകൻ. തീർത്ഥം സേവിക്കൽ വിപ്രാതിക്രമമാവില്ല.
തീർത്ഥം സേവിച്ചാൽ വിപ്രാതിക്രമം, ബ്രാഹ്മണർക്ക് കൊടുത്തതിൻ്റെ ശേഷം അശിക്കുക എന്നുള്ളത് തെറ്റും. അപ്പോൾ തീർത്ഥം സേവിക്കിൽ വിപ്രാതിക്രമമാവില്ല പാരണം, ചെയ്തതായും വിചാരിക്കാം മുനിമാർ മൂളിയാൽ മതി. മുനിമാരൊന്ന് പാരണം ചെയ്തോളൂ, ഞങ്ങൾ വന്നിട്ട് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ തർക്കടില്ല. അപ്പോൾ വിചാരിക്കാം മുനിമാർ മൂളിയാൽ മതി, സന്തോഷമാർന്ന രാജർഷി മുകുന്ദധ്യാനനിഷ്ഠനായി തീർത്ഥം സേവിച്ചു വിപ്രേന്ദ്രാഗമനം നോക്കി നിൽക്കയാൽ. അപ്പോൾ ഇദ്ദേഹത്തിന് രാജഗുരു ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ രാജഗുരു പറഞ്ഞു സാരമില്ല, തീർത്ഥം സേവിക്കാം. മറ്റാള് ദുർവാസ മഹർഷി അതിനുവേണ്ടി കാത്തിരിക്കുക അദ്ദേഹത്തിനെ ശപിക്കാനായിട്ട്. പക്ഷെ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, എല്ലാം സുമംഗളമായി തീരുന്നുള്ളത് മനസ്സിലാക്കാം. എന്താ? അപ്പോൾ തീർത്ഥം അപ്പോൾ പറഞ്ഞു സന്തോഷമാർന്നു രാജർഷി മുകുന്ദധ്യാനനിഷ്ഠനായി. ഇനി വരാൻ പോകുന്ന വിപത്ത് മുകുന്ദൻ നോക്കിക്കൊള്ളുന്ന. അതാണ് നമ്മൾക്ക് എപ്പോഴും ഒരു പിടിവള്ളി വേണം, അത് ഈശ്വരനെ പറ്റുള്ളൂ. അപ്പോൾ മുകുന്ദധ്യാനനിഷ്ഠനായി തീർത്ഥം സേവിച്ചു വിപ്രേന്ദ്രഗമനം ആഗമനം നോക്കി നിൽക്കയായി രാജാഭിനന്ദിതൻ ദുർവാസാവ് കാളിന്തി വിട്ടുടൻ മധ്യാഹ്നികം കഴിഞ്ഞെത്തി ഉള്ളാൽ തൻ ചെയ്തി കണ്ടവൻ. ദിവ്യദൃഷ്ടികളിൽ രാജാവ് എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കി ക്രോധം വരുത്തി മുഖത്തിൽ. ക്രോധം വരുത്തി. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ടേ, പലവരും പല തരത്തിലായിരിക്കും. ഇപ്പം ഞാനൊക്കെ ആരെങ്കിലും എന്നെ കയർത്താൽ ഞാൻ ഒഴിഞ്ഞു പോവുള്ളൂ, എനിക്ക് എന്ത് വേണം. പക്ഷേ ഞാൻ വെള്ളത്തിനെ വെള്ളമായിട്ടും പാലിനെ പാലായിട്ടും പറഞ്ഞു കൊടുക്കും. കാരണം വെറുതെ ചൊറിയാൻ വരും ചില ആൾക്കാർ. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ പുസ്തകം വായിച്ച് ഗ്രന്ഥം വായിച്ച് ഇതിനു മുമ്പ് എന്താ പറയുക, ബ്രഹ്മപുരാണം പത്മപുരാണം 3 വോള്യം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിഷ്ണു പുരാണം വായിക്കണത്. അപ്പോൾ അതിൽ ഞാൻ ചിലപ്പോൾ റെഫറൻസ് വിഷ്ണു പുരാണം എന്ന് എഴുതും. അപ്പോൾ കേമനായിട്ടൊരാൾ അദ്ദേഹം എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വെച്ചിട്ട് മൂപ്പര് പറയാണ് ഇതൊന്നും ശരിയല്ല അത്. അപ്പോൾ പിന്നെ എനിക്ക് വിഷ്ണു പുരാണം തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു വലിയൊരാൾ പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ആകുമ്പോൾ മോശമല്ലേ വിചാരിച്ച് അദ്ദേഹം ഉദാഹരിച്ചതിനനുസരിച്ച് ഞാൻ ഉദാഹരിച്ചിട്ട് മറുപടി ചെയ്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അപ്പം എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ, നമ്മളൊക്കെ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, ആക്റ്റീവ് വോയിസ് അറിയണവന് പാസീവ് വോയിസ് ആക്കാൻ അറിയില്ലെങ്കിൽ പാസീവ് വോയിസ് പറഞ്ഞാൽ അർത്ഥം അറിയില്ല, അതേപോലെ ആവും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളാൾ തൻ ചെയ്തി കണ്ടവൻ കോപിച്ചുടൽ വിറയ്ക്കുന്നവൻ മുഖം വികൃതമായവൻ വണങ്ങും നൃപനോടോതി വിശപ്പു സഹിയാത്തവൻ കഷ്ടം ഉണ്ണാൻ ക്ഷണിച്ച് ആദ്യം ഉണ്ട് ഇങ്ങ് ഉച്ഛിഷ്ടമേകുവാൻ വിചാരിച്ച വെറും ഭക്താഭിമാനി ധനഗർവിതൻ. തോന്നിവാസങ്ങൾ പറയാൻ തുടങ്ങി. തനിക്ക് എന്നെ ആഹാരത്തിന് വിളിച്ചാൽ എനിക്ക് ആഹാരം തന്നിട്ട് താൻ കഴിക്കാൻ പാടുള്ളൂ, തൻ്റെ ഉച്ഛിഷ്ടം കഴിക്കലല്ല എൻ്റെ ഉദ്യോഗം എന്നാ. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പറയാൻ ഈ മുഷ്ക് വന്നാൽ പിന്നെ എന്ത് വേണമെങ്കിലും പറയാം, അങ്ങനെ കണക്കാക്കിയാൽ മതി. അതുകൊണ്ടാണ് കോപിച്ച് ഉടൽ വിറയ്ക്കുന്നവൻ മുഖം വികൃതമായവൻ വണങ്ങും നൃപനോടോതി വിശപ്പു സകയാത്തവൻ കഷ്ടം ഉണ്ണാൻ ക്ഷണിച്ച് ആദ്യം ഉണ്ട് ഇങ്ങ് ഉച്ഛിഷ്ടമേകുവാൻ വിചാരിച്ച് വെറും ഭക്താഭിമാനി ധനഗർവിതൻ അധർമ്മത്തിൽ മടിക്കാതെ നൃശംസൻ ഇവൻ ഇന്നു ഞാൻ കണ്ടുകൊള്ളുവിൻ. ഇത് ആ കാട്ടിക്കൊടുക്കുന്നു ഉണ്ട് ഇതിൻ ഫലം. എന്നെ ധിക്കരിച്ചതിനുള്ള ഫലം ഞാൻ ഇവനെ ശപിച്ച് കാണിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം. ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്ന് കയറിയതെന്ന് പറഞ്ഞു. അപ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോവില്ല. എന്നാലും നമ്മളേനെ പോലെയുള്ള അല്പബുദ്ധികൾക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാനുള്ള കഥയാണിത്. അപ്പോൾ വെറും ഭക്ത്യാഭിമാനിയായിട്ട് ധനഗർവിതനായിട്ട് അധർമ്മത്തിൽ മടിക്കാത്ത നൃശംസൻ ഇവൻ ഇന്നു ഞാൻ കണ്ടുകൊള്ളുവിൻ, ഇതാ കാട്ടിക്കൊടുക്കുന്നുണ്ട് ഇതിൻ ഫലം എന്നാ.
കോപിഷ്ടൻ ഈ വിധം ചൊൽവോൻ കയ്യാൽ ജടപറിച്ചുടൻ. ജടപറിച്ച് ഒരു രോമം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു കൃത്യനെ ഉണ്ടാക്കിയെന്നാ, ഇവനെ നശിപ്പിക്കാൻ വേണ്ടി. കോപിഷ്ടൻ ഈ വിധം ചൊൽവോൻ കയ്യാൽ ജടപറിച്ചുടൻ നിലത്തുരച്ചു കാലാഗ്നി തുല്യമാം ഭൂതം ഒന്നിനെ. കാലാഗ്നി, കാലൻ അഗ്നിയായിട്ട് വന്നാൽ അല്ലെങ്കിൽ അഗ്നികാലനായിട്ട് വന്നാൽ എന്തുണ്ടാവും? അതേപോലെ പൊങ്ങിച്ചത് ഊഴിയൊട്ടാകെ കുലുക്കി കൊണ്ടു ഉളവായി കുലുക്കിക്കൊണ്ടു വാളുമായി. കയ്യിൽ ഒരു വാളുമുണ്ട്. തൻ്റെ നേർ കടുപ്പതായി കണ്ടു അനങ്ങീല നൃപോത്തമൻ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുകുന്ദനെ ധ്യാനിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പാരണ വീടിയതെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര ആൾ അത് മനസ്സിലാക്കിയെന്നറിയില്ല. പാരണയ്ക്കുള്ള സമയം കഴിയാറായും ആ മഹാൻ വന്നില്ല. ചെയ്വതെന്തോർത്ത് സർവർക്കും ധർമ്മസങ്കടം. മുഹൂർത്തം തെറ്റും അല്ലെങ്കിൽ മുനീന്ദ്രനിൽ ആദരം രണ്ടിലൊന്നുളവാം ചെയ്ത് കൊണ്ട ആ നിർവാലകൻ തീർത്ഥൻ സേവിക്കിൽ വിപ്രാതിക്രമമാവില്ല പാരണം ചെയ്തതായും വിചാരിക്കുക മുനിമാർ മൂളിയാൽ മതി. ഇനിയാണ് സന്തോഷമാർന്നൊരാദർശി മുകുന്ദ ധ്യാനനിഷ്ഠനായി. അപ്പം മുകുന്ദനെ ധ്യാനിക്കുന്ന ഒരാള്, ദുർവാസാവിനെ പോലെ ഒരാള് എന്ത് എന്താണെന്നാ പറയുക, കൃത്യേന ഉണ്ടാക്കിയാലും കുലുങ്ങില്ല. മരണം ഒരു പ്രാവശ്യം നമ്മൾ മരിക്കും. എങ്ങനെ മരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മുകുന്ദനെ ശ്രേഷ്ഠമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് മരണഭയം ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് മലമൂത്രമൊക്കെ പോവും മരിക്കുമ്പോൾ. ഇപ്പം മരിച്ച ആളെ ചിലവർ ഡ്രസ്സ് ചെയ്യിക്കുമല്ലോ, അപ്പോൾ അവർ മനസ്സിലാവും. അപ്പോൾ അവർ വസ്ത്രമൊക്കെ മാറ്റണം പറയും. ചിലവർ കുളിപ്പിക്കും, പുതുവസ്ത്രങ്ങളൊക്കെ ഇടും. അപ്പോൾ മരണസമയത്ത് മലമൂത്രം പോരുണ്ടെങ്കിൽ മനസ്സിലാക്കാം യമകിങ്കരന്മാരെ കണ്ട് ഭയന്നിട്ടാണ്. നേരെ മറിച്ച് ഈശ്വരാനുഗ്രഹമുള്ള ആൾക്കാർ, മഹാവിഷ്ണുവിൻ്റെ പാർഷദന്മാർ, ശംഖചക്ര കഥാധാരികളായിട്ട് കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതൊരു ഒരു ഒരു ക്ലൂ ആണത്, അത്രയേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം തൻ്റെ നേർക്ക് അടുപ്പതായി കണ്ട് അനങ്ങീല നൃപോത്തമൻ. എത്താഹേത് ഭൃത്യരക്ഷയ്ക്കു ഭഗവാൻ നിശ്ചയിച്ച സുദർശനം അതിനെ ചുട്ട നേരിട്ട പാമ്പിനെ തീയുപോലവേ. ഉടനെ ആ കൃത്യനെ ഈ എന്താ പറയുക, പിന്നെ അംബരീഷ ചക്രവർത്തിയുടെ നെറ്റിത്തടത്തുന്ന സുദർശനം പുറപ്പെട്ടു ദുർവാസാവിൻ്റെ കൃത്യേനെ കൊന്നു. അതിനെ ചുരുക്കം. എന്നിട്ട് ദുർവാസാവ് എന്ത് ചെയ്തു? ഓടി. എവിടേക്ക് ഓടി? കൈലാസത്തിലേക്ക്. കാരണം സഹോദരസ്ഥാനീയനാണ്. ഞാൻ തിരിച്ച ഒരു നിവൃത്തിയില്ല പറഞ്ഞു. എന്നിട്ട് ഓടി സത്യലോകത്തേക്ക്, ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക്. ഇവിടെ കേസെടുക്കില്ല പറഞ്ഞു. വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, ഞാനൊന്നും അറിയില്ല, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ പരതന്ത്രനാണ്, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റി കൊടുക്കണവനാണ്. അപ്പോൾ ഈ അംബരീഷ ചക്രവർത്തി മുടങ്ങാണ്ട് ഏകാശി നോക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പോയിട്ട് തനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൃത്യനുണ്ടാക്കിയത് എന്നോട് ചോദിച്ചോ? ഇല്ല. എന്നാൽ അയാളുടെ അടുത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സാഷ്ടാംഗം നമസ്കരിച്ചോളൂ പറഞ്ഞു മഹാവിഷ്ണു. ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഓർമ്മയുണ്ടാവണം. അപ്പോൾ നമ്മൾ മാന്യന്മാരെ ചൊറിയാൻ പോകാൻ പാടില്ല, മാന്യന്മാരെ ചൊറിയരുത്. എന്നാൽ സാധുക്കളെ ചൊറിയാം, അതായത് പിന്നെ തനിക്കൊത്തവരല്ല, തന്നേക്കാൾ ചെറിയവരാണ് വിചാരിച്ച് ചൊറിയാൻ പാടില്ല. അത് ഈശ്വരൻ നിന്ദയ്ക്ക് ഇതാവും. അപ്പോൾ ആരും ബലഹീനന്മാരല്ല, ആരും ബലഹീനന്മാരല്ല. അപ്പം നമ്മൾ ആരെയും ചെറുതായി കാണാൻ പാടില്ല.
ബ്രഹ്മചൈതന്യം ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ ബ്രഹ്മചൈതന്യം എല്ലാവരിലും ഇല്ലേ, പിന്നെ എന്താ എങ്ങനെയത്? അപ്പം ഇവിടെ കൃത്യയെ കൊന്നു തൻ നേരുടൻ ചക്രമടുക്കവേ ഭയന്നോടിനാൻ പ്രാണരക്ഷ തേടും മഹാമുനി. തൻ്റെ നേർക്കടുപ്പതായി കണ്ടും മനങ്ങീല നിർവോത്തവൻ ഭൃത്യരക്ഷയ്ക്കു ഭഗവാൻ നിശ്ചയിച്ച സുദർശനം. ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ സുദർശനത്തിന് കഴിവുണ്ട്. നിശ്ചയിച്ചിടും സുദർശനം അതിനെ ചുട്ടു നേരിട്ടവാമ്പിനെ തീയുപോലവേ കൃത്യയെ കൊന്നു തൻ നേരിട്ടുടൻ ചക്രമടുക്കവേ ഭയന്നോടിനാൻ പ്രാണരക്ഷ തേടും മഹാമുനി. പാമ്പിനെ പിന്തുടർന്നെത്തും വന്യ പോലെ സുദർശനം വരുന്നതായി കൊണ്ടു മേരുഗുഹയ്ക്കുള്ളിൽ പതുങ്ങിയും മേരുപർവ്വതത്തിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചു. എന്നല്ല പാർത്തിട്ട് എങ്ങെങ്ങും ഓടിയോടി വിയർത്തവൻ കിതച്ചുകൊണ്ട് തൻ മുമ്പിൽ വീഴുകെ വെച്ചൊല്ലി നാൻ മുഖൻ. ആദ്യം തന്നെ സത്യലോകത്തേക്കാണ് പോയത്. അത് ഞാൻ ആദ്യം കൈലാസം എന്ന് പറഞ്ഞു, സാരമില്ല. ആദ്യം അദ്ദേഹം നേരെ സത്യലോകത്ത് പോയി ചതുർമുഖൻ പിന്നെ വിധാതാവിൻ്റെ കാലിൽ പോയി പ്രണമിച്ചു, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. എന്നല്ല പാർത്തിട്ട് എങ്ങും ഓടി വിയർത്തവൻ കിതച്ചുകൊണ്ടു തൻ മുമ്പിൽ വീഴുകയെ വെച്ച് ചൊല്ലി നാൻമുഖൻ ഞാനോ ശങ്കരനോ ദക്ഷ ഭൃഗു മുഖ്യതിലാരുമോ തുണപ്പാനിതിലാളാവില്ല അതു കേൾക്കേണ്ട താമസം. അദ്ദേഹം മുൻകൂട്ടി ഇദ്ദേഹത്തിന് ഒരു വാണിംഗ് കൊടുത്തു. എന്താ, ഇനി താൻ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല. അതാണ് പറഞ്ഞത്. ഞാനോ ശങ്കരനോ, അതായത് സാക്ഷാൽ പരമശിവനോ, ദക്ഷ പ്രജാപതിയോ ഭൃഗു മുതൽക്ക് ഉള്ള ഋഷീശ്വരന്മാരാർക്കും സുദർശന ചക്രത്തിനെ പാട്ടിലാക്കാൻ പറ്റില്ല, പകരം ചോദിക്കാനും പറ്റില്ല. പാട്ടിലാക്കാനും പറ്റില്ല, പകരം ചോദിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനോ ശങ്കരനോ ദക്ഷ ഭൃഗുമുഖ്യരിലാരുമോ തുണപ്പാനിതാളാവില്ല അതു കേൾക്കേണ്ട താമസം. കൈലാസത്തിങ്കലെത്തിടെ മഹാദേവനും മോദിനാൻ. അപ്പോൾ നമുക്ക് ഒരു ഗുണപാടുണ്ട്. ശങ്കരന് കൂടി പറ്റില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞ പിന്നെ ഇദ്ദേഹം എന്തിനാ അങ്ങോട്ട് പോയത്? അതാണ് ഈ വള്ളത്തിൽ മുങ്ങിത്താണുവൻ വെക്കോൽ തിരുമ്പ് ഒന്നും പിടിച്ചു നോക്കും. ബ്രഹ്മാവ് പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ എന്തിനാ ചാൻസ് എടുക്കാണ്ടിരിക്കണത്, അദ്ദേഹത്തിനെ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ കൈലാസത്തിങ്കലെത്തിടെ മഹാദേവനും മോദിനാൻ ഉണ്ണിയെ തെല്ലും ഞങ്ങൾക്ക് തുണപ്പാനാവുകില്ലതിൽ. ഉണ്ണിയെ തെല്ലും ഞങ്ങൾക്ക് ഉണ്ണിയെ തെല്ലും. അങ്ങ് അതായത് ശങ്കരനെ സംബന്ധിച്ചിടത്തോളം ദുർവാസാവ് ഉണ്ണിയാണ്. അതേ ഉള്ളൂ, അത്ര വിചാരിച്ചാൽ മതി. ഉണ്ണിയെ തെല്ലും ഞങ്ങൾക്ക് തുണപ്പാനാവുകില്ലതിൽ. കുട്ടിയെ അങ്ങനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഭഗവാന്റെ ഭഗവാന്റെ മഹൈശ്വര്യ പത്തരിയാണ് ഞങ്ങളേവരും. അതായത് ഭഗവാന്റെ മഹൈശ്വര്യ പത്തരിയാണ് ഞങ്ങൾക്കൊക്കെ. ഭഗവാന്റെ ഐശ്വര്യം വേണമെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം വേണ്ടേ? ഐശ്വര്യത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഭഗവാന്റെ മഹേശ്വര്യാപത്തരിയാണ് ഞങ്ങളേവരും. തൻ മായാമോഹിതന്മാരാം സർവപേറുകളുമാകയാൽ അവിടുത്തേടെ സങ്കല്പന്മാർക്കാർക്കും അറിവാൻ പണി. മഹാവിഷ്ണുവിൻ്റെ സങ്കല്പം എന്താണെന്ന് ആലോചിക്കാൻ ബ്രഹ്മശങ്കരാദികൾക്ക് കൂടി പറ്റില്ല എന്നുള്ള പറയുമ്പോൾ ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു കാര്യമൊക്കെ ശരിയാണ്. പിന്നെ എന്താ പറയുക, ബാണാസുരൻ്റെ 996 കൈകൾ മുറിച്ചു വിഷ്ണു. 4 കയ്യിൽ വെച്ചേക്കിടോ പറഞ്ഞു. ഒരു ഉപകാരം ചെയ്യുവാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ബാണൻ്റെ പിന്നെ എന്താണെന്നാ പറയുക, കാവൽക്കാരനായി പരമശിവൻ.
സന്തോഷിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ബാണൻ കയ്യിൻ്റെ തഴപ്പൊന്ന് മാറ്റുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് മുഷ്ടിയുദ്ധം ചെയ്യുമോ ചോദിച്ചു. ഓഹോ, പോയി പത്രത്തോളായോ. എന്നൊരു കാര്യം ചെയ്യാം, എനിക്ക് സമാനമായിട്ടൊരാളുണ്ട്, അയാൾ വരും, അതെന്നാ അറിയാമോ ചോദിച്ചു. എല്ലാ ദിവസവും നേരം വിളിച്ചാകുമ്പോൾ തൻ്റെ കൊടി ഫ്ലാഗ് മാസ്റ്റ് ഒന്ന് നോക്കുക, അത് കൊടി വീണ് കിടക്കണമെങ്കിൽ മനസ്സിലാക്കാം അന്ന് വരുന്നു. അല്ലേ? അങ്ങനെയൊക്കെയാണ് പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഇവിടെ സർവപേറുകളുമാകയാൽ അവിടത്തേടെ സങ്കല്പം ആർക്കും അറിവാൻ പണി, ഭക്തി വിദ്രോഹം എമ്മട്ടും പൊറുക്കില്ല മഹാപ്രഭു. ഭക്തിയുള്ളവരെ ആരും ഉപദ്രവിക്കരുത്. ഭഗവാൻ അതിനെ കൂട്ടുനിൽക്കില്ല. മാത്രമല്ല ഭഗവാൻ ശിക്ഷിക്കും നമ്മളെ. ഭക്തവിദ്രോഹമെമ്മട്ടും പൊറുക്കില്ല മഹാപ്രഭു. ഉഗ്രമായി തീർന്ന തൃച്ചക്രം ശാന്തമാകേണം എങ്കിൽ നീ അങ്ങുതാൻ ചെന്നു ശരണം പ്രാപിക്കണം. അതേ വഴി, നല്ലൊരു വഴി പറഞ്ഞു കൊടുത്തു. എവിടുന്നാ പുറപ്പെട്ടെ? അവിടെ പോയിട്ട് അംബരീഷ ചക്രവർത്തിനെ അഭയം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞു. ഉടൻ മൻമുനി, അപ്പോഴും അദ്ദേഹം പറഞ്ഞതല്ല കേട്ടത്, അപ്പോൾ ആ യുഗോ നിൽക്കുന്നുണ്ട്. ഉടൻ മുനീന്ദ്രൻ വൈകുണ്ഠം മണഞ്ഞു ഭയവിഹ്വലൻ ഭഗവൽ പാദപത്മത്തിൽ വീണുകേണോദീ ഇങ്ങനെ. അപ്പോൾ എവിടുന്നാ ഇത് വന്നത്? അംബരീഷ ചക്രവർത്തിയുടെ എവിടുന്നാ? എന്നാൽ അവിടെ പോയാൽ പോരെ? അല്ല, ഇത് എങ്ങനെയാ അയാളെ പോയി കാണുക? അപ്പോൾ ഇയാളുടെ വീക്ക്നെസ് എല്ലാവരും അറിയണം. ബ്രഹ്മാവ് മനസ്സിലാക്കി, പരമശിവൻ മനസ്സിലാക്കിയതിനും മഹാവിഷ്ണു കൂടി മനസ്സിലായിക്കോട്ടെ. ഉടൻ മുനീന്ദ്രൻ വൈകുണ്ഠമണഞ്ഞു ഭയവിഹ്വലൻ ഭഗവൽ പാദപത്മത്തിൽ വീണുകേണോതി ഇങ്ങനെ, മഹാപ്രഭു കാത്തുരക്ഷിക്കണേ കാരുണ്യവാരിധേ. അറിയാതെ ഈ വിധം ചെയ്തു പോയ കുറ്റം പൊറുക്കണം. അവിടുത്തേടെ ഭക്തന്റെ മാഹാത്മ്യം ഒരു ലേശവും കണ്ടില്ല, ഉള്ളിൽ അഹങ്കാരം മുറ്റി നിൽക്കുക കാരണം. ഇതൊക്കെ നമുക്ക് ഗുണപാടാ, നമ്മളിതൊക്കെ മനസ്സിലാക്കണം. നമ്മൾക്ക് സംസ്കൃതം അറിയും വിചാരിച്ചിട്ട് ആരേനെയും ചവിട്ടി തേക്കരുത്. നമ്മളറിയണത് പറയണില്ലല്ലോ. ഞാൻ ആരോടും പറയാറില്ല. ഞാൻ തമാശയ്ക്ക് ഞാൻ പറയും, എന്നോട് കാലടിയിലാണോ പഠിച്ചത് ചോദിച്ചാൽ ഞാൻ പറയും ഇപ്പോഴും കാലടിയിലാണ് പറയും. എന്ന് പറഞ്ഞാൽ അവർ പറയണത് കാലടി വിചാരിച്ചിരുന്നത് തെക്കുള്ള ആൾക്കാർ, അവർക്ക് പട്ടാമ്പി പുന്നശ്ശേരി നമ്പീനെ അവർക്ക് അത്ര അറിയില്ല. കാലടി സംസ്കൃത വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി അറിയാം അവർക്ക്. പിന്നെ ഇപ്പോൾ പട്ടാമ്പിയിൽ ശ്രീ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ മെമ്മോറിയൽ കോളേജാണ്. അല്ലാണ്ട് അവിടെ സംസ്കൃതം കുറച്ചെന്തോ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട് എന്നല്ലാണ്ട് സംസ്കൃതത്തിൽ ഡിഗ്രി ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് പേരിട്ടിട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യം എടുത്തു. അപ്പോൾ അറിയാതെ ഈ വിധം ചെയ്തു പോയ കുറ്റം പൊറുക്കണം. അവിടുത്തേടെ ഭക്തന്റെ മാഹാത്മ്യം ഒരു ലേശവും കണ്ടില്ല, ഉള്ളിൽ അഹങ്കാരം മുറ്റി നിൽക്കുക കാരണം. അപ്പം നമ്മൾക്ക് ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവരുത്. ആർക്കും വിദ്രോഹമേകായെന്നെത്രയോ കുറി കേൾക്കിലും. ഞാൻ ഋഷിയാണ്, സംഗതിയൊക്കെ ശരിയാണ്, എനിക്കറിയാം. പക്ഷേ മനസ്സങ്ങോട്ട് സമ്മതിച്ചില്ല. ഇയാളെ ഒന്ന് പോയി പൂട്ടാം എന്ന് വിചാരിച്ചു. ആർക്കും വിദ്രോഹം ഏകായക എന്ന എത്രയോ കുറികൾക്കിലും വിചാരിക്കുകിലും വീണ്ടും പറ്റി നീ ഉള്ളിൽ മായ്കയാൽ. അപ്പോൾ ഈശ്വരഹിതം നമ്മൾ അനുസരിക്കണം. അതിനെപ്പോഴും ഈശ്വരനെ ഉള്ളിൽ കാണണം. ഈശ്വരനെ ഉള്ളിൽ കാണാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അക്രമങ്ങൾ ചെയ്യുന്നത്. പുലിവാല് പിടിക്കുന്നത് എപ്പോഴാണ്? ഉള്ളിൽ ഭഗവാനെ കാണാത്തൊരു സന്ദർഭം വന്നാൽ മനസ്സിലാക്കാം നമ്മൾ മായയിൽ വീഴുകയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, ആർക്കും വിദ്രോഹമേകായെന്നെത്രയോ കുറി കേൾക്കിലും വിചാരിക്കുകിലും വീണ്ടും പറ്റി നീ ഉള്ളിൽ മായ്കയാൽ. അച്യുതാനന്ദ ഗോവിന്ദ മുകുന്ദ മധുസൂദന. ഏതായാലും ഒരു 5 മിനിറ്റ് എടുക്കാം. കാരണം ഇത് സ്തുതി വിടാൻ പറ്റില്ല. കാരണം നാളത്തെ കാര്യം ആര് കണ്ടു അല്ലേ?
ഇന്ന് സ്തുതിക്കാനുള്ളത് സ്തുതിക്കുക, 5 മിനിറ്റ് വഴിയാലും ശരി. അച്യുതാനന്ദ ഗോവിന്ദ മുകുന്ദ മധുസൂദന നരകസ്ഥരെയും രക്ഷിപ്പതാം നിന്നാമകീർത്തനം. ഈ ഒരു ഗ്യാരണ്ടി ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്യണില്ല? നരകസ്ഥരെയും രക്ഷിപ്പതാം നിന്നാമകീർത്തനം ഭഗവാനരുളി ചെയ്താൻ മുനെ ഞാൻ അസ്വതന്ത്രനാം. ഭഗവാൻ അപ്പോൾ മറുപടി പറയാണ്, ഭഗവാൻ അരുളി ചെയ്താൻ മുനെ ഞാൻ അസ്വതന്ത്രനാം ഭക്തനടിമയാം സൗശീല്യാദിയുൾ തിങ്ങുപോനവൻ. ഞാൻ ഭക്തന് അടിമയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കാരണവരെ എനിക്ക് എന്താ പേരിട്ടത്? ഭാഗവത ഭക്തൻ എന്നല്ല, ഭാഗവത ഭക്തദാസൻ, ഭക്തന്മാരുടെ ദാസനാ. അപ്പോൾ ഭഗവാൻ ആരാ? ഭഗവാൻ ഭക്തദാസനാ. എവിടുന്ന് എവിടെ പോണു? അപ്പോൾ ഭഗവാൻ അരുളി ചെയ്താൻ മുനെ ഞാൻ അസ്വതന്ത്രനാം ഭക്തൻ അടിമയാം ശൗശ്യാലിയുൾ തിങ്ങുപോനവൻ. അവൻ നല്ല സ്വഭാവമുള്ളവനാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാന്റെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ വാങ്ങേണ്ടത്, അല്ലാണ്ട് കല്യാണ ബ്രോക്കർ പറയുന്ന കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള ആളാന്ന് പറഞ്ഞാൽ നിങ്ങളാരും കേൾക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരു കല്യാണം വരുമ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ വധൂവരന്മാരെ തിരയുമ്പോൾ ബ്രോക്കർ പറഞ്ഞതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ഭഗവാൻ പറയണം, അല്ലെങ്കിൽ അത്രയും നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ഭഗവാൻ നമ്മളെ ചതിക്കില്ല, അതാണ് ശരി. ഭഗവാൻ ബ്രോക്കർ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഭഗവാനോട് ചോദിക്കുക, മനസാക്ഷിയോട് ചോദിക്കുക. എന്നെത്താൻ വിശ്വസിച്ചിടും ഭക്തന്മാരെ വെടിഞ്ഞു ഞാൻ കൈക്കൊള്ളില്ല ഉൾപ്രിയം വാക്യം ലക്ഷ്മിയെ പോലും എന്നെയും. ഇനി എന്ത് വേണം? ഭാഗവതം വായിച്ച പോരാ, ഇത് ഉൾക്കൊള്ളണം. ഭഗവാൻ പറയണു, എൻ്റെ ലക്ഷ്മീനെ ഞാൻ തള്ളാൻ തയ്യാറാണ്. എൻ്റെ ഭക്തനെയാണോ എടുക്കുക? എൻ്റെ ഭാര്യ ലക്ഷ്മീനെ എടുക്കുക? എൻ്റെ ഭക്തനെ എടുക്കാമെന്ന് പറഞ്ഞേണ്ട സാരം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് അച്യുതനെ, ച്യുതിരഹിതനായ അച്യുതനിൽ മനസ്സ് വയ്ക്കണം. ഭാര്യ പറഞ്ഞത് കേൾക്കണ്ടെന്നല്ല പറഞ്ഞത്, കേൾക്കണം. ഭർത്താവ് പറഞ്ഞത് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഭർത്താവ് പറഞ്ഞതും കേൾക്കണം. രണ്ടാളും കോംപ്രമൈസ് ചെയ്യണം. കാരണം ഭഗവാനിൽ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ അനാഥരാവില്ല. നമ്മൾ ഇപ്പോൾ ഭാര്യ ഭർത്താവ് ആരാ ആദ്യം കാണാമറയത്ത് പോവുക പറയാൻ പറ്റുമോ? ഞാൻ വളരെ പൊളൈറ്റായിട്ടാണ് നിങ്ങളുടെ അടുത്ത് സംവാദം ചെയ്യുന്നത്. ജാതകം ഒന്നും നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, ചിലപ്പോൾ തെറ്റ് പറ്റും. അപ്പോൾ എന്നെ താൻ വിശ്വസിച്ചിടും ഭക്തന്മാരെ വെടിഞ്ഞു ഞാൻ കൈക്കൊള്ളില്ല ഉൾപ്രിയം വാക്യം ലക്ഷ്മിയെ പോലും. എന്നെ വിശ്വസിച്ച് എൻ്റെ വാമഭാഗമായിട്ടിരിക്കുന്ന ലക്ഷ്മീനെ കൂടി എനിക്ക് എൻ്റെ ഭക്തൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഭാര്യ പുത്രൻ ഗൃഹം വിദ്യ കീർത്തി മുമ്പായ സർവവും എനിക്കർപ്പിച്ച ഭക്തൻ്റെ ഭാരം ഏൽക്കേണ്ടതല്ലി ഞാൻ. ഇവിടെ ഒരു ടിക്കിളി ശിഷ്യമാണ് ഭഗവാൻ പറഞ്ഞത്. ഭാര്യയും പുത്രനും ഗേഹവും കൂടിയും വേണ്ട, ഞാൻ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാതാരവിന്ദത്തിൽ അഭയം പ്രാപിച്ച ഒരാളെ ഞാൻ എങ്ങനെയാ ഒഴിവാക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷണൽ ക്ലോസ് വയ്ക്കണം. എനിക്ക് കുടുംബം വേണം, പക്ഷേ എനിക്ക് അതിനേക്കാൾ വലുപ്പം ഭഗവാനാണെന്ന് ഉറപ്പിക്കണം നമ്മൾ. എന്നാൽ ഇതൊക്കെ സുഖമായിട്ട് തോന്നും. ഭാര്യ പുത്രൻ ഗൃഹം വിദ്യ കീർത്തി മുമ്പായ സർവവും. എൻ്റെ സ്ഥിതിയപ്പം ഈ പറഞ്ഞത് സത്യം. ഒന്നുമില്ലേ, ഒന്നും ഉണ്ടായിരുന്നില്ല. 73 ജൂൺ 13 ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ട്രസ്റ്റ് ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റിന് അടിയറ വെച്ച് ഇറങ്ങുമ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ ആകാശമുണ്ട്, കീപ്പിട്ട് നോക്കിയാൽ ഭൂമിയുണ്ട്. തല തിരിഞ്ഞിട്ടില്ല എന്നർത്ഥം. തല തിരിഞ്ഞാൽ പോയി ഔട്ടായിരുന്നു. അപ്പം എനിക്ക് എന്തൊക്കെ അനുഭവിക്കണം അതൊക്കെ ഞാൻ എല്ലാ അപ്സ് ആൻഡ് ഡൗണും കുട്ടിക്കാലത്തിന് കണ്ടു പഠിച്ച് ഞാൻ സ്ട്രോങ് ആയി. അപ്പോൾ എനിക്ക് അർപ്പിച്ച ഭക്തൻ്റെ ഭാരം കേൾക്കേണ്ടതല്ലീ ഞാൻ. 1.5 കോടി രൂപയുടെ ട്രസ്റ്റ് പുല്ലാണേ വിചാരിച്ച് ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റിന് അടിയറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ പട്ടാമ്പി രാജഗോപാലനെ ഭഗവാന് സംരക്ഷിക്കാതെ ഇരിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ആ എൻ്റെ കുടുംബത്തിന്, എൻ്റെ അമ്മേനെയും എൻ്റെ സഹോദരി സഹോദരന്മാരേനെയും ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ തറയ്ക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ താൻ ആശ്രയിച്ചാണ് ജീവിപ്പവതനെപ്പോഴും. എന്നെ താൻ ആശ്രയിച്ചാണ് ജീവിപ്പതവൻ എപ്പോഴും. അതറിഞ്ഞീടിൽ അയാളെ വിടാനാവുന്നതോ മുനി. എന്താ പിന്നെ എന്താ പറയുക, എനിക്ക് അയാളുടെ പേര്, ദുർവാസാവ് മഹർഷിയോട് ഭഗവാൻ ചോദിക്കണ ചോദ്യത്തിന് ദുർവാസാവ് മഹർഷിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? എന്നെ താൻ ആശ്രയിച്ചാണ് ജീവിപ്പവതനവനെപ്പോഴും. അതറിഞ്ഞീടിൽ അയാളെ വിടാനാവുന്നതോ മുനി. ഏതിലും സത്യമാം എന്നെ കാണും ഏകാന്ത ഭക്തിയാൽ. കല്ലും കട്ടിയും പൊന്നും കട്ടുന്ന അവനൊരു പ്രശ്നമല്ല. അവൻ എല്ലാറ്റിലും എന്നെയാണ് കാണുന്നത്. പൊന്നിൻ്റെ ഒരു കട്ട കൊടുത്താലും അവൻ എന്നെയാണ് കാണുക. മണ്ണിൻ്റെ കട്ട കൊടുത്താലും അവൻ എന്നെയാണ് കാണുന്നത്. അത് അംബരീഷിന് മാത്രമല്ല, എനിക്കാവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടെ? ഏതിലും സത്യമാം എന്നെ കാണും ഏകാന്ത ഭക്തിയാൽ. അനുകരണ ഭക്തിയല്ല, ഏകാന്ത ഭക്തിയാൽ ഭർത്താവിനെ സ്വാധി പോലെ വശത്താക്കുകയാണവൻ. ഒരു നിഷ്കളങ്ക ഹൃദയമുള്ളൊരു സ്ത്രീ ഭർത്താവിനെ വശപ്പെടുത്തും. അല്ലെങ്കിൽ ചിലവർ പോയിക്കോളാൻ പറയും. ഭാര്യ പറയാണ് ഭർത്താവ് യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ഗോ എവേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അവൾ നരകദ്വാരത്തിലേക്കാണ് പോണത് എന്ന്. നേരെ മറിച്ച് ഭർത്താവിനെ സ്വാധി പോലെ, സാധുജനപ്രിയ, സാത്വിക ഗുണനിധിയായിരിക്കുന്ന സ്ത്രീ ഭർത്താവ് മുടന്തനാണെങ്കിലും അന്ധനാണെങ്കിലും ബധിരനാണെങ്കിലും ഭഗവാനായിട്ട് കണക്കാക്കിയിട്ട് വയ്ക്കും. ഒപ്പം വിശുദ്ധ ഭക്തി മാധുര്യം ആസ്വദിച്ചോനും മുക്തിയും രുചിക്കില്ല വെറും മർത്യൻ കൊണ്ടാടുവയന്തിനാം. നാരദർക്ക് ഭഗവാൻ മുക്തി കൊടുത്തു. ഭഗവാനോടെ നാരദർ പറഞ്ഞു എനിക്ക് വേണ്ട, പിന്നെ തനിക്ക് എന്താ വേണം, എനിക്ക് ഞാൻ അങ്ങനെ പാടി നടന്നോളാം. അത് കണ്ടിട്ട് നമ്മൾ പഠിക്കണം. നാരദരെ കോപ്പി ചെയ്യാൻ സാധിക്കണം. മോക്ഷം വേണ്ട, എത്ര ആയുസ്സുണ്ടോ അപ്പോൾ ഒക്കെ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് ചെല്ലാൻ സാധിച്ചാൽ മതി. അപ്പോൾ വിശുദ്ധ ഭക്തി മാധുര്യം ആസ്വദിച്ചോനും മുക്തിയും രുചിക്കില്ല വെറും മർത്യൻ കൊണ്ടാടുവയന്തിനാം. ഭക്തന് ഹൃദയം ഞാനാണ് എനിക്ക് അവനും മങ്ങിനെ. ഭാഗവതത്തിലെ എല്ലാം പതേ പക്ഷെ ഇതൊക്കെ മിസ് ചെയ്താൽ എല്ലാം മിസ്സാവും. ഭക്തന് ഹൃദയം ഞാനാണ് എനിക്കവനും അങ്ങനെ. ഭക്തനും ഞാനും എമ്മട്ടെന്ന് ഞങ്ങൾക്കല്ലാതറിഞ്ഞിടാ. ഭക്തന് ഭഗവാൻ ആരാണ്, ഭഗവാന് ഭക്തനാണെന്ന് അവർക്ക് തമ്മിൽ അറിയുള്ളൂ. ഉപായം മുര ചെയ്യാം. ഞാനൊരു പണി പറഞ്ഞുതരാം. ഉപായം മുര ചെയ്യാം ഒന്നൊരെ കാൽവതിനോർത്തുവോ. അല്ല, ഉപായം മുര ചെയ്യാം ഒന്നാരെ കൊൽവതിനോർത്തുവോ. ഉപായം പറയാം. ആരെ കൊല്ലുവാനാണ് അങ്ങ് കൃത്യനെ ഉണ്ടാക്കിയത്? തലമുടി അടിച്ച് കയ്യിൽ വാളയ്ക്കായിട്ട്. ആ ഉപായം മുര ചെയ്യാം ഒന്ന് ആരെ കൊൽവതിനോർത്തുവോ. ആ മഹാഭക്തനെ കാൺകിൽ ഉടനെ അങ്ങേക്കു രക്ഷയാം. ഉടനെ അംബരീഷ ചക്രവർത്തിനെ പോയി മുഖം കാണിക്കൂ, കാല് പിടിച്ചോളൂ, നമസ്കരിച്ചോളൂ. എന്നെ നമസ്കരിച്ച പോലെ ആവുമെന്ന് പറഞ്ഞില്ല. അതാണ് സത്യം. ഭഗവാൻ ഈ അംബരീഷ ചക്രവർത്തിയുടെ മനസ്സ് ഭഗവാൻ അറിയാം. അവർക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. ഉപായം ഉര ചെയ്യാം ഒന്ന് ആരെ കൊല്വതിനോർത്തുവോ. ആ മഹാഭക്തനെ കാൺകിൽ ഉടൻ അങ്ങേക്കു രക്ഷയാം. മടിക്കിൽ വന്ധ്യരിൽ ചെയ്ത വിദ്രോഹം തന്നിലെത്തിയിടും. അല്ല, ഞാൻ പറഞ്ഞത് കേൾക്കാൻ
അങ്ങക്ക് മടി ഉണ്ടായാൽ വന്ധ്യരിൽ ചെയ്ത വിദ്രോഹം തന്നിലെത്തിടും. താൻ ചെയ്ത ഉപദ്രവം തനിക്ക് വിനയായിട്ട് മാറും. തപസ്സും വിദ്യയും നല്ലോർക്ക് എന്നും നിശ്രേയസപ്രദം. തപസ് വിദ്യയൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ അത് വേണ്ട മാതിരി ഉപകരിക്കണം, അസ്ഥാനത്ത് ഉപയോഗിക്കരുത്. ആ രണ്ടും അവിനീതന്മാർക്കുപദ്രവകരങ്ങളാം. വിനയമില്ലാത്തവർക്ക് ഈ പഠിപ്പും പത്രാസും ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. വിനയാനിതന്മാർക്ക് ഇത് ഭൂഷണമാണ്. അപ്പം അങ്ങേക്ക് ഭൂഷണമല്ലാതാണ് പറഞ്ഞത്, എന്നാ പറയാണ്ട് പറഞ്ഞു. ആകയാൽ ഇനി മടിച്ചിടാതെ ചെന്ന് ആ മഹാനോട് ഉര ചെയ്യുക സർവവും. ഭക്തപുങ്കവൻ അതിനൊക്കെയും ക്ഷമിച്ചിടും അങ്ങ് ചാരിതാർത്ഥനായി വരും. പ്രഡിക്ഷനാണ്, പ്രഡിക്റ്റ് ചെയ്തു. എൻ്റെ ഭക്തൻ അലോരസങ്ങളായ കാര്യങ്ങളൊന്നും ചെയ്യില്ല. എൻ്റെ ഭക്തനെ തനിക്ക് വിശ്വസിക്കാം. ആകയാൽ ഇനി മടിച്ചിടാതെ ചെന്ന് ആ മഹാനോടുര ചെയ്യുക സർവവും. ഭക്തപുങ്കവൻ ഇതൊക്കെയും ക്ഷമിച്ചിടും അങ്ങു ചരിതാർത്ഥനായി വരും. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ അഷ്ടാദശാധികദ്വിശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് നാഭാഗനും അംബരീഷനും എന്നുള്ള സർഗം അവിടെ കഴിഞ്ഞു. ഇനി നാളെ 219 സർഗം അംബരീഷൻ്റെ ഭക്തി മഹിമ. ഇതൊക്കെ വായിക്കാനും മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കിയതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ദയ കാണിച്ച ഭഗവാന് അനന്തകോടി നമസ്കാരം എന്നല്ലാണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഐ ആം സ്പീച്ച്ലെസ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.